കോഴിക്കോട് 2009 മുതൽ കോഴിക്കോടിന്റെ എം പി എം കെ രാഘവൻ എം പിയാണ്. അദ്ദേഹം ഈ കോഴിക്കോട് മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് ജനം TV ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. അതെ, ഈ നമ്മൾ ജനങ്ങളുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ ഇത്തവണ മാറ്റം ഉണ്ടാകുമെന്നും അവർ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ തൃപ്തനൊന്നും അല്ല ആരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിശകലനത്തിലേക്കാണ്. 1952 മുതൽ 2019 വരെയുള്ള 17 തിരഞ്ഞെടുപ്പുകളിലായി മുസ്ലിം ലീഗും ജനതാദളും വരെ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇവരൊക്കെ എന്തു ചെയ്തു എന്നത് സംബന്ധിച്ച ചർച്ചകളും സജീവമായിരുന്നു. ഇത്തവണയും അങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം എം കെ രാഘവൻ കോഴിക്കോടിനായി എന്തു ചെയ്തു എന്ന ചർച്ചകളും സജീവമാണ്. കുറേ കാലമായി രാഘവനാണ് എം പി, പക്ഷേ അയാളെ കൊണ്ട് യാതൊരു പ്രയോജനമായിട്ടൊന്നും കണ്ടിട്ടില്ല. എം കെ രാഘവനെ അട്ടിമറിക്കുക. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മാറ്റം വേണമല്ലോ, മാറി മാറി പാർട്ടികൾ അധികാരത്തിൽ വരണമല്ലോ ആൾക്കാർക്ക്. നല്ല നാട് നന്നാവും. ഇതാണ് അവസ്ഥ. ഒന്നും നടന്നിട്ടില്ല. കോഴിക്കോട് എയിംസിനായി കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരം വിവിധ സംസ്ഥാനങ്ങളിൽ 22 എയിംസുകൾക്ക് കേന്ദ്രം അംഗീകാരം നൽകിയപ്പോൾ അതിൽ കോഴിക്കോട് കിനാലൂരിൻ്റെ പേരുമുണ്ടാകുമെന്ന് കരുതി. എന്നാൽ ഉണ്ടായില്ല. എം കെ രാഘവൻ എം പി ലാഘവത്തോടെ വിഷയം കൈകാര്യം ചെയ്തതിനാലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ആരോപിക്കുന്നു. കിനാലൂരിലെ എയിംസിനെ സംബന്ധിച്ച് സർവേ നടത്തിപ്പോയിട്ടുള്ളതാണ്. ഈ എം കെ രാഘവന് എന്തെങ്കിലും സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം ഒന്ന് ആഞ്ഞ് പരിശ്രമിച്ചിരുന്നെങ്കിൽ കോഴിക്കോട് കിനാലൂരിൽ തന്നെ എയിംസിൻ്റെ പ്രഖ്യാപനവും അതിൻ്റെ പ്രവർത്തനവും ഇതിനകം തന്നെ ആരംഭിക്കുമായിരുന്നു. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം മുതൽ എയിംസിന് നിർദ്ദേശം കൊടുക്കുന്ന കാര്യത്തിൽ വൈകിപ്പിച്ചു. കൃത്യസമയത്തിനുള്ളിൽ നിർദ്ദേശം സമർപ്പിക്കാനും അത് നേടിയെടുക്കാനും കേരളവും പരാജയപ്പെട്ടു. കോഴിക്കോട് കൊണ്ടുവരുന്നതിൽ എം കെ രാഘവനും പരാജയപ്പെട്ടു. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായിരുന്ന കോഴിക്കോട് വ്യാവസായികമായും തല ഉയർത്തി നിന്നിരുന്നു. മാവൂർ, ഗ്വാളിയർ റയോൺസ്, കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി, കുന്നത്തറ ടെക്സ്റ്റൈൽസ് എല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഒരു കാലത്ത് കോഴിക്കോടിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ച സംരംഭങ്ങളെല്ലാം ഇന്നും പൂട്ടിക്കിടക്കുകയാണ്. മാവൂരിൻ്റെ സാമ്പത്തിക സാമൂഹിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയായിരുന്നു മാവൂർ ഗ്വാളിയർ റയോൺസ് ഫാക്ടറിയുടെ വരവ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടി, വൈദ്യുതി എത്തി, ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, സ്കൂളുകൾ എന്നിങ്ങനെ പ്രദേശത്തിൻ്റെ നിലവാരം തന്നെ ഉയർന്നു. തൊഴിലാളി സംഘടനകളുടെ നിരന്തര സമരം, ചാലിയാർ മലിനീകരിക്കപ്പെടുന്നതിനെതിരെ പരിസ്ഥിതി വിവാദം, പുറമെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവുമായപ്പോൾ 2001 ഫാക്ടറി പൂട്ടി. 320 ഏക്കറിലധികം ഭൂമി കാട് കയറി കിടക്കുന്നു. വിഷയം ദേശീയ ശ്രദ്ധയിലെത്തിക്കാനോ ഭൂമിയെ ഉൽപാദനപരമായി ഉപയോഗിക്കാനോ സംസ്ഥാന സർക്കാരിനെന്ന പോലെ എം പിക്കും സാധിച്ചില്ല. കോഴിക്കോട് നഗരമധ്യത്തിൽ ഒരു പ്രേതാലയം പോലെ കിടക്കുന്ന കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയുടെ കഥയും മറ്റൊന്നല്ല. ഈ കോഴിക്കോട്ടെ വ്യവസായ വികസനം ഉണ്ടാവണം, തകർന്നു പോയിട്ടുള്ള വ്യവസായങ്ങൾ പുനരുദ്ധരിക്കണം. കോംട്രസ്റ്റ് ഉൾപ്പെടെയുള്ള വ്യവസായ സ്ഥാപനങ്ങളെ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോടിൻ്റെ ഒരു പാരമ്പര്യമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാപനമാണ് കോംട്രസ്റ്റ്. അതേപോലെ മാവൂർ ഗ്വാളിയർ റയോൺസിൽ ഏക്കർ കണക്കിന് ഭൂമി ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. അവിടെ സ്വകാര്യ മേഖലയുമായിട്ടുള്ള സംയുക്ത സംരംഭത്തിൽ ഒരു വ്യവസായത്തിന് ഇനിയും സ്കോപ്പുണ്ട്. സ്വാഭാവികമായിട്ടും അതിലും കേന്ദ്ര സർക്കാരിന് ഏറെ ഇടപെടൽ നടത്താൻ സാധിക്കും. കുന്നത്തറ ടെക്സ്റ്റൈൽസിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. എന്നാൽ എം കെ രാഘവന് ഒരുപാട് അവകാശവാദങ്ങളുണ്ട്. തൻ്റെ കാലത്താണ് കോഴിക്കോട് ഏറ്റവും കൂടുതൽ വികസനങ്ങൾ വന്നതെന്ന് അദ്ദേഹം പറയുന്നു. എല്ലാം കേന്ദ്ര പദ്ധതികളിൽ കൂടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ. ഇതൊക്കെ തൻ്റെ പേരിലാക്കാൻ ശ്രമിക്കുകയാണ് എം പി. ഉദാഹരണ സഹിതം BJP അത് തുറന്നു കാണിക്കുന്നു. അവർക്ക് പ്രത്യേകിച്ചൊരു പണിയില്ലായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ. നരേന്ദ്രമോദി സർക്കാർ കോഴിക്കോടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഫ്ലക്സ് അടിച്ച് തങ്ങളുടേതാക്കി മാറ്റി ജനങ്ങളുടെ ഇടയിൽ പരസ്യം ചെയ്യുക എന്നുള്ളൊരു പണി മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് എയർപോർട്ടിനടുത്തുള്ള തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പരിഗണന നൽകിക്കൊണ്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട ട്രെയിനിന് മാവേലി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് അനുവദിച്ചു. റിച്ചാർഡ് ഹേ ആണ് ആ കാര്യം റെയിൽവേ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിച്ചാർഡ് ഹേയുടെ റിക്വസ്റ്റ് പ്രകാരം ആ സ്റ്റോപ്പ് അനുവദിച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ എം കെ രാഘവൻ്റെ ബോർഡ് വന്നു. ആ ഉത്തരവുണ്ടായിട്ടുള്ളത് ആസ് പെർ ദി റിക്വസ്റ്റ് ഓഫ് റിച്ചാർഡ് ഹേ MP എന്നുള്ള സാധനം പുറത്തു വന്നത്. എം കെ രാഘവൻ്റെ ബോർഡ് വെച്ച ബോർഡ് എടുത്ത് മാറ്റേണ്ട പരിതസ്ഥിതി ഉണ്ടായി. ആദർശ ഗ്രാമം പദ്ധതിയിൽ കൂടി എം കെ രാഘവൻ ദത്തെടുത്ത ഗ്രാമത്തിൻ്റെ സ്ഥിതി എന്തെന്നും ചോദ്യമുയരുന്നുണ്ട്. എം കെ രാഘവൻ ദത്തെടുത്തിട്ടുള്ള പഞ്ചായത്തുകളുടെയൊക്കെ റാങ്കിങ് 650 മുകളിലാണ്. അടിസ്ഥാന വികസന മേഖലയിൽ നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പദ്ധതികൾ മാത്രമാണ് ഇവിടെ നടപ്പിലാക്കിയത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ കോഴിക്കോട് നഗരത്തിൻ്റെ
കുടിവെള്ള പദ്ധതി, വൈദ്യുതീകരണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, പാർക്കുകളുടെ വികസനം, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത് അമൃത് പദ്ധതിയിലൂടെയാണ്. പോയ വർഷം മാത്രം 432 കോടി രൂപയാണ് അമൃത് പദ്ധതിയിലൂടെ ഈ കോഴിക്കോട് നഗരത്തിലേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മണ്ഡലത്തിനകത്ത് റോഡ്, റെയിൽ, ആരോഗ്യ, അടിസ്ഥാന മേഖലയിലൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ട്. എല്ലാം കേന്ദ്ര പദ്ധതികൾ. എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു MP എന്ന ചോദ്യം മണ്ഡലത്തിലുടനീളം ഉയരുന്നു. വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് ഒന്നും നൽകാൻ MK രാഘവന് സാധിച്ചിട്ടില്ല. വ്യവസായങ്ങൾ തുറന്നില്ലെന്ന് മാത്രമല്ല, പൂട്ടിപ്പോയവ പ്രവർത്തിപ്പിക്കാനാവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല. എയിംസ് എന്ന സ്വപ്നം ഇന്നും കോഴിക്കോടിന് സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു. ഇതൊക്കെ ഇത്തവണ വോട്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ടീം ജനം, കോഴിക്കോട്.